ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആൻഡ്രോയിഡിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ആക്ടിവിറ്റീൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഗ്രാം എങ്ങനെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഫയലിൽ ന്യൂ പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ എംപ്റ്റി ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, പ്രോഗ്രാമിൻ്റെ പേര് കൊടുക്കുക. ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു പേര് കൊടുത്തു. ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, പേര് ഒരു ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ജസ്റ്റ് പേര് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫിനിഷ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്പ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു ജാവ ഫയൽ ഉണ്ട്, നമ്മൾ ജാവ കോഡ് എഴുതാൻ. അതേപോലെ നമുക്ക് XML ഫയൽ ഉണ്ട്, നമ്മളെ XML ഡിസൈന് നമുക്ക് XML നമ്മൾ ഡിസൈൻ ആപ്പിൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള XML ഫയലും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് XML ഡിസൈൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഈ ടെക്സ്റ്റ് വ്യൂ, ഇതിൽ ഡിഫോൾട്ടുള്ള ടെക്സ്റ്റ് വ്യൂ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബട്ടൺ കൊടുക്കണം. കാരണം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് മാറേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബട്ടൺ സിമ്പിളായിട്ട് ഒരു ബട്ടൺ കൊടുത്തു. അതിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്തു, ചേഞ്ച് എന്ന് പറഞ്ഞ് കൊടുത്തു. പേര് ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് അല്ലേ, ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറഞ്ഞാൽ കൊടുത്തു. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് പേര് കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ കൊടുത്തു. പിന്നെ ഈ ഇതിൻ്റെ പേര്, ഇതിൻ്റെ ID നമ്മൾ എന്ത് ചെയ്തു, BTN ചേഞ്ച് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, BTN ചേഞ്ച്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഫസ്റ്റ് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേണം ഈ ആക്ടിവിറ്റിക്ക്. ആ ഇമേജ് നമുക്ക് നമ്മളെ പ്രൊജക്റ്റിലേക്ക് കൊടുത്തിടണം. അതേപോലെ നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മാറേണ്ട ഒരു ഇമേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് 2 ഇമേജ് എന്ത് ചെയ്യണം, നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് കൊടുത്തിടണം. അപ്പോൾ നമുക്ക് ആ 2 ഇമേജ് നമ്മൾ കോപ്പി ചെയ്യാണ്. ഫസ്റ്റ് ഈ ലോഗോ 1 എന്ന് പറഞ്ഞ ഇമേജും അതേപോലെ ഫ്ലയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമേജും. ഓക്കെ, ഈ 2 ഇമേജാണ് നമ്മൾ കോപ്പി ചെയ്യുന്നത്. സെലക്ട് ചെയ്തു, കോപ്പി ചെയ്തു. ദെൻ എന്ത് ചെയ്യുക, നമ്മൾ റിസോഴ്സിൽ ഡ്രോവബിൾ നമ്മൾ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, പേസ്റ്റ് ചെയ്യണം. ഇമേജസ് ഒക്കെ നമുക്ക് ഡ്രോവബിൾ ആണ് പേസ്റ്റ് ചെയ്യേണ്ടത്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ദെൻ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ ഡ്രോവബിൾ സെലക്ട് ചെയ്യുക, ദെൻ ഓക്കെ അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഓക്കെ, നമുക്ക് ആ ഇമേജസ് ഇതിൽ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് 2 ഇമേജും നമുക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലോഗോ വന്നിട്ടുണ്ട്, അതേപോലെ ഫ്ലയർ എന്ന് പറഞ്ഞ ഇമേജും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇമേജ് നമുക്ക് എത്തി. ഇനി നമുക്ക് വേണ്ടത് എന്താ, നമുക്ക് ശരിക്കും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓരോ ആക്ടിവിറ്റിയും അല്ലേ, ഏതൊരു ആക്ടിവിറ്റി ആണെങ്കിലും അതിനൊരു ലേ ഔട്ട് ഉണ്ടാവും. ഇതുണ്ടോ, കൺസ്ട്രെയിൻഡ് ലേ ഔട്ട് അല്ലേ. നമുക്ക് ഈ ലേ ഔട്ടിന് നമുക്കൊരു ID കൊടുക്കുക. ഡിഫോൾട്ടായിട്ട് കൺസ്ട്രെയിൻഡ് ലേ ഔട്ട് അല്ലേ, കൺസ്ട്രെയിൻഡ് ലേ ഔട്ട്. ഓക്കെ, അത് നമുക്കൊരു ID കൊടുത്തു. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ID നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സോഴ്സ് ഒന്ന് നോക്കാം. ഇവിടെ ഡിസൈൻ ആണ്, നമുക്ക് ടെക്സ്റ്റ് നോക്കുക. കണ്ടോ, ആൻഡ്രോയിഡ് X ഡോട്ട് കൺസ്ട്രെയിൻ ലേഔട്ട് ഡോട്ട് വിഡ്ജറ്റ് ഡോട്ട് കൺസ്ട്രെയിൻഡ് ലേഔട്ട്. കണ്ടോ, കൺസ്ട്രെയിൻഡ് ലേഔട്ട് ആണ്. പിന്നെ അതേപോലെ നമ്മൾ ബട്ടൺ കൊടുത്തു. ഇനി നമ്മൾ ഈ ബട്ടൺ എന്ത് ചെയ്യണം, നമ്മൾ ബൈൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. ആ ബട്ടൺ ബൈൻഡ് ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്തു, ഇത് കൊടുത്തു, ലെഫ്റ്റ് കൊടുത്തു, ടോപ്പ് കൊടുത്തു, അതേപോലെ റൈറ്റ് കൊടുത്തു, അതേപോലെ നമ്മൾ എന്ത് ചെയ്തു, ബോട്ടം കൊടുത്തു. ഓക്കെ, ഇത്രയും ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബട്ടൺ എന്തായി, ബൈൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇപ്പോൾ XML. ഇപ്പോൾ ഇവിടുത്തെ എറർ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഡിഫോൾട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇതിന് വരണം അല്ലേ. ഫസ്റ്റ് ലോഡ് ചെയ്യുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വരണം. ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മൾ കൊടുക്കുകയാണ്. അതിന് നമ്മൾ ഈ XML കൺസ്ട്രെയിൻഡ് ലേഔട്ടിനാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആൻഡ്രോയിഡ് ബാക്ക്ഗ്രൗണ്ട് അല്ലേ, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, അറ്റ് ഡ്രോവബിൾ അല്ലേ, അറ്റ് ഡ്രോവബിളാണ് നമ്മൾ ഇമേജ് അല്ലേ. ഡ്രോവബിൾ എന്ത് ചെയ്തു, ലോഗോ 1 അല്ലേ. അപ്പോൾ അതുണ്ടോ, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വന്നു. ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യുക, XML അഥവാ ഈ ലേ ഔട്ടിന് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഫസ്റ്റ് ഇമേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഇമേജ് മാറണ്ടേ. അതിന് നമുക്ക് എന്ത് ചെയ്യണം, കോഡ് ചെയ്യണം. അതിന് XML എഴുതിയാൽ നടക്കൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിന് കോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് വേണം, എന്ത് വേണം, നമുക്ക് ഒരു കൺസ്ട്രെയിൻഡ് ലേഔട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ കൺസ്ട്രെയിൻഡ് ലേഔട്ട് കൺസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, കൺസ്ട്രെയിൻഡ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. കാരണം നമ്മൾ ആ ലേഔട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് മാറ്റുന്നത്. ഓക്കെ, അത് നമ്മൾ കൊടുത്തു.
ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം അല്ലേ, ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നടക്കേണ്ടത്. അപ്പോൾ ബട്ടൺ കൊടുത്തു BTN ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണ് ഒരു ഒബ്ജക്റ്റും കൊടുത്തു. ഓക്കെ, അതെന്ത് ചെയ്തു, നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്തു. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ, ഈ രണ്ട് കൺട്രോളും നമുക്ക് എന്ത് ചെയ്യണം, ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കൺസ്ട്രെയിൻ ലേഔട്ട് ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി ഓഫ് ആർ ഡോട്ട് ഐ ഡി ഡോട്ട് എന്ത് കൺസ്ട്രെയിൻ ലേഔട്ട് ഐ ഡി ഇവിടെ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ദെൻ എന്ത് ചെയ്തു, BTN ചേഞ്ച് ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി ഓഫ് ആർ ഡോട്ട് ഐ ഡി ഡോട്ട് BTN ചേഞ്ച് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, കൺസ്ട്രെയിൻഡ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, ഇവിടെ ഉള്ള ഈ കൺസ്ട്രെയിൻഡ് ലേഔട്ടിലേക്ക് കണക്റ്റ് ആയി. ഇനി നമുക്ക് ഈ കൺസ്ട്രെയിൻഡ് ലേഔട്ടിനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് വെച്ച് വിളിച്ചാൽ മതി. അതേപോലെ ബട്ടണെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചും വിളിച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യേണ്ട ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുകയാണ് ബട്ടൻ്റെ ക്ലിക്ക് വേണ്ടി BTN ചേഞ്ച് ഡോട്ട് സെറ്റ് ഓൺ, ഓ ക്യാപിറ്റൽ കൊടുക്കുമ്പോൾ തന്നെ വരും ഓൺ ക്ലിക്ക് ലിസ്റ്റർ അല്ലേ, ന്യൂ എന്ത് ഓ ക്യാപിറ്റൽ ഓൺ ക്ലിക്ക് ലിസ്റ്റർ. ഓക്കെ, ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി. എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, കോഡ് വന്നു. ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിസോഴ്സ് മാറ്റണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, കൺസ്ട്രെയിൻ ലേഔട്ട് ഡോട്ട് സെറ്റ് ബാക്ക്ഗ്രൗണ്ട് റിസോഴ്സ്, ഇതുണ്ടോ ബാക്ക്ഗ്രൗണ്ട് റിസോഴ്സ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് റിസോഴ്സിൽ ആർ ഡോട്ട് ഡ്രോവബിൾ ഡോട്ട് എന്ത് ഫ്ലയർ അല്ലേ, ആർ ഡോട്ട് ഡ്രോബിൾ ഡോട്ട് ഫ്ലയർ. ഇതുണ്ടോ ആർ ഡോട്ട് ഡ്രോബിൾ ആണ് ഈ ഫ്ലയർ എടുക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു, അത് കൊടുത്താൽ മതി. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, നമുക്ക് എന്ത് ചെയ്യുക, ആ ഫ്ലയർ എന്ന് പറഞ്ഞ ഇമേജ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കോഡ് ഉള്ളത്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ആപ്പ് റണ്ണായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മൾ കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വന്നിട്ടുണ്ട്, ബട്ടൺ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്, ഇതാണ്ടോ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്തായി മാറി, ചേഞ്ച് ആയി മാറി, ഫ്ലയർ ആയിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യണം, ഈ പ്രോജക്റ്റിൽ നമ്മൾ ഒരു ഇമേജ്, ഒരു ആക്ടിവിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വരും, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ഈ വീഡിയോ കറക്റ്റ് നിങ്ങൾ വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡൗട്ടുകൾ നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്കൊരു അടിപൊളി ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.